ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു ഓറഞ്ച് കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് പഞ്ഞി പോലെ ഇരിക്കാൻ അടിപൊളി കേക്കാണ്, ടീ കേക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് നമുക്ക് കുറച്ച് ഭാഗം നമുക്ക് മാറ്റിയെടുക്കണം. അതിൻ്റെ വെള്ള ഭാഗം പെടരുത് കേട്ടോ, അല്ലാണ്ട് നന്നായി ചെറുതായിട്ട് അതിൻ്റെ തോല് എടുക്കണം. അത് പിന്നെ കേക്കിലേക്ക് ചേർക്കുമ്പോഴേ നല്ലൊരു സ്മെല്ല് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം ചെത്തി മാറ്റിയെടുക്കാം. മാറ്റിയെടുത്തിട്ട് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ എടുത്തിട്ട് കണ്ടില്ല, ഇപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ആ ഓറഞ്ച് മുറിച്ചതിന് ശേഷം അതിൻ്റെ നീര് എടുക്കുക. ഇതിപ്പോൾ ഞാൻ മുസമ്പിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓറഞ്ചോ മുസമ്പി എന്തായാലും കുഴപ്പമില്ല. അധികം പുളിയുള്ളത് എടുക്കണ്ട, കുറച്ച് പുളി കുറഞ്ഞിട്ടുള്ളത് എടുത്താൽ മതി. അതിൻ്റെ നീര് ഫുള്ളായിട്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ജ്യൂസൊന്നും ഇട്ട് അടിക്കൊന്നും വേണ്ട, നമ്മൾ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞാൽ അതിൻ്റെ നീര് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഓറഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ മുസമ്പിയോ എടുക്കുക. കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ, എന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കുരുവൊക്കെ സ്പൂൺ വെച്ചിട്ട് മാറ്റിയെടുത്താൽ മതി. ഇത് ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ മഞ്ഞ കളർ മാറിയിട്ട് വെള്ള കളറാവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ അതിൽ ചേർക്കണം. എന്നിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നല്ലോണം ഫ്ലഫി ആവണതിൻ്റെ മുന്നേ കുറേശ്ശെ പഞ്ചസാര, ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് ഞാൻ പഞ്ചസാര പിന്നെ പൊടിച്ചതൊന്നുമല്ല, ഗ്രാനുലേറ്റഡ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തിട്ട് നന്നായി പതഞ്ഞ് വന്നാൽ നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് മുന്നേ നമുക്കൊരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഓയിൽ ചേർത്തിട്ട് അധികം ബീറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഒരു അരിപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 250 ml കപ്പിൽ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് അരിച്ചിട്ട് നമ്മൾ എഗ്ഗിൻ്റെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇത് ആദ്യം അരിച്ച് മാറ്റി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ ആദ്യം അരിച്ചിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചാലും കുഴപ്പമില്ല. ഇത് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ സ്ലോയിലായിട്ട് മിക്സ് ചെയ്യണം. ആകെ കൂടിയിട്ട് ഇങ്ങനെ കുത്തി മറിക്കരുത്, സ്ലോയിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് എല്ലാ കട്ടകളും മാറുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തോലുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഓറഞ്ചിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുക്കുക. ഓറഞ്ചിൻ്റെ ജ്യൂസും കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ട്രേയിൽ ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഓവനിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ട്രേ ഗ്രീസ് ചെയ്തിട്ട് അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി ടാപ്പ് ചെയ്യുന്നത്. ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനൊരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തീരെ എയർ ബബിൾസ് അതിലുണ്ടാവില്ല. ഇനി നമുക്കത് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ടവലിട്ടിട്ട് അത് മൂടി വെക്കുക. നമ്മൾ കേക്ക് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് സൈഡ് ഭാഗം ഒന്ന് വിടിയിച്ചതിന് ശേഷം നമുക്കത് കമിഴ്ത്തിയിട്ട് കൊടുക്കുക. അടിയിലൊന്നും പിടിക്കില്ല, പെട്ടെന്ന് തന്നെ അത് കിട്ടും. നമുക്ക് ഓയിലൊക്കെ പറ്റിയിട്ട് നമ്മൾ മറ്റേ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ചിട്ടുള്ളതല്ലേ. ഇനി നമുക്കത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാച്ച്മെൻറ്റ് പേപ്പർ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ തീരെ ചൂടൊന്നുമില്ല, നല്ല സോഫ്റ്റുള്ള നല്ല സൂപ്പർ ഓറഞ്ച് കേക്കാണ്. ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ ഓറഞ്ചിൻ്റെ ജസ്റ്റും അതുപോലെ ഓറഞ്ച് ജ്യൂസൊക്കെ അതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ലൊരു കോഫിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഓറഞ്ച് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് നമുക്കൊരു 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നില്ല, പുറത്ത് കണ്ടെയ്നറിൽ കേടാവാണ്ട് നമുക്ക് ഇരിക്കും. അതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. ഒരാഴ്ച വരെയൊക്കെ കേടാവാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്നാക്സ് ബോക്സിലൊക്കെ നമുക്ക് പിന്നെ വെച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളെ കമൻസൊക്കെ എന്നെ എഴുതി അറിയിക്കണം. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്